മുഹമ്മദ് റഹീസ് കൂടി ദുബായ് നമ്മൾ ചേരുമ്പോൾ റഹീസ്, ഈ റിറ്റാലിയേറ്ററി ആക്ഷൻ അതിന്റെ പരമാവധിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ദുബായിലടക്കം ഇപ്പോൾ ഏറ്റവും ഒടുക്കം നമുക്ക് കേൾക്കാനായ വാർത്ത സൗദിയിലെ അരാംകോ കേന്ദ്രീകരിച്ച് ഒരു ആക്രമണം ഇറാൻ നടത്തിയെന്നുള്ളതാണ്. ദുബായിലും ഇത് പറഞ്ഞതുപോലെ വാണിജ്യ വ്യവസായ മേഖലകൾ അമേരിക്കൻ സൈനിക താവളം എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിൽ നിന്നൊക്കെ മാറി ഇറാൻ കുറച്ചുകൂടി സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് ആയ അല്ലെങ്കിൽ ഈ അതാത് രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിലേക്ക് ആക്രമണങ്ങൾ വ്യാപിപ്പിക്കുന്നു എന്ന വാർത്തകൾ വരുന്ന മണിക്കൂറാണ്. ദുബായിൽ തൽസ്ഥിതി എന്താണ് റഹീസ്? സുഹൈൽ, ആദ്യ ദിവസം ഉണ്ടായതുപോലെയുള്ള ഒരു ആക്രമണത്തിലേക്ക് വീണ്ടും ഇറാൻ കടക്കുന്നു എന്ന സൂചന നൽകുന്ന വിവരങ്ങളാണ് ഇപ്പോൾ സൗദിയിൽ നിന്നും ഉണ്ടാകുന്നത്. ഇന്ന് UAE സംബന്ധിച്ചിടത്തോളം ഇന്ന് രാവിലെ ഒരു 10 മണിക്ക് ശേഷം ഉണ്ടായ ആ ഒരു അപകടം, അല്ലെങ്കിൽ 9 മണിക്കും 10 മണിക്കും ശേഷം അതിനിടയിൽ ഉണ്ടായ ഒരു ആക്രമണം മാത്രമാണ് UAE സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്. അവിടെ ഒരു 3-4 പ്രദേശങ്ങളിലായി ഉഗ്ര ശബ്ദം കേൾക്കുകയും ഒപ്പം തന്നെ ഈ പുക ഉയരുകയും ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കാര്യമായി ഒരു മിസൈലോ അല്ലെങ്കിൽ ഡ്രോണോ നിലത്ത് പതിക്കുകയോ ഒന്നും ഉണ്ടായിരുന്നില്ല. മറിച്ച് ആകാശത്ത് വെച്ച് തന്നെ അത് നിർവീര്യമാക്കുന്നത് മൂലമുണ്ടായ ശബ്ദവും മറ്റുമൊക്കെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും വരുന്നത്. അത് ആദ്യ ദിവസത്തേതുപോലെ ഈ മാറുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് സൗദിയിൽ നിന്നും പുറത്തു വരുന്നത്. ഒപ്പം തന്നെ ബഹ്റൈനിലും കുവൈറ്റിലും സമാനമായ രീതിയിൽ ഒരു മാസ് അറ്റാക്ക് രാവിലെ ഉണ്ടാവുകയുണ്ടായി. വെളുപ്പിനെ 3 മണി മുതൽ ഏതാണ്ട് 10 മണി വരെ ബഹ്റൈൻ സമയം കണക്കാക്കുകയാണെങ്കിൽ ആ നിലയ്ക്ക് അതിനിടയിൽ പലതവണ ആക്രമണമുണ്ടായി എന്നുള്ളത് പറയുകയും ചെയ്യുന്നുണ്ട്. ആളുകൾ വലിയ പരിഭ്രാന്തിയിലാണ് ബഹ്റൈനിലുള്ളത്. അപ്പോൾ അങ്ങനെ പല നിരക്ക് ഇറാൻ ഇങ്ങനെ ഗൾഫ് രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട മേഖലകളിലൊക്കെയും ആക്രമണം നടത്തി വരികയാണ്. തങ്ങൾ അയൽ രാജ്യങ്ങൾ തങ്ങളുടെ ശത്രുക്കളല്ല, അല്ലെങ്കിൽ ഗൾഫ് മേഖലയെ ആക്രമിക്കാൻ തങ്ങൾ ശ്രമിക്കുന്നില്ല, ഉദ്ദേശമില്ല എന്നൊക്കെ പലതവണ പറയുമ്പോഴും അക്ഷരാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. പല മേഖലകളിലേക്കും ജനവാസ മേഖലകളുടെയൊക്കെയും മുകളിൽ വെച്ചാണ് പലപ്പോഴും ഈ ഡ്രോണുകളൊക്കെയും ഈ നിർവീര്യമാക്കിയിട്ടൊക്കെ ഉള്ളത്. മിസൈലുകളൊക്കെ നിർവീര്യമാക്കുന്നത് പലതും ജനവാസ മേഖലകളുടെ മുകളിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഏതാണ്ട് 99% പ്രിസൈസ് ആയി തന്നെ കൃത്യമായി തന്നെ UAE അടക്കമുള്ള രാജ്യങ്ങൾ ഇതിനെ കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് നിർവീര്യമാക്കുന്നുണ്ട്, അത് കൃത്യമായി നേരിടുന്നുണ്ട്. പക്ഷേ അപ്പോഴും ആക്രമണം തുടർന്നുകൊണ്ടിരുന്നാൽ സ്വാഭാവികമായും ഏതെങ്കിലും ഒരു നിലയ്ക്ക് ജനവാസ മേഖലയിലേക്കൊക്കെ ഇത് കടന്നാൽ നിശ്ചയമായും അത് ഇറാന് വലിയൊരു തിരിച്ചടിയിലേക്കൊക്കെയും പോകേണ്ട സാഹചര്യം ഗൾഫ് മേഖലയിൽ ഒന്നാകെ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. കാരണം നേരത്തെയും ആദ്യം ഈ ആക്രമണം ഉണ്ടായപ്പോൾ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചത് സൗദി ആയിരുന്നു. സൗദിയുടെ ഭാഗത്തു നിന്നും തങ്ങൾ വലിയ തോതിൽ ഇതിനെതിരെ പ്രതികരിക്കും എന്നുള്ള ആദ്യ സ്റ്റേറ്റ്മെന്റ് വന്നത് സൗദിയിൽ നിന്നാണ്. പക്ഷെ അതിന് പിന്നാലെ മറ്റ് രാജ്യങ്ങളൊക്കെ ഇടപെട്ടതിന് ശേഷം തങ്ങൾ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ കൂടുതൽ ഒന്നും പറയുന്നില്ല എന്നുകൂടി സൗദി പറഞ്ഞു വെച്ചിരുന്നു. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇന്നലെ സൗദിയെ ഏതാണ്ട് പൂർണ്ണമായും ഒഴിവാക്കിയിരുന്ന നിലയിൽ ആയിരുന്നു കാര്യങ്ങൾ. ആദ്യ ദിവസം ചെറിയ തോതിലുണ്ടായ ആക്രമണം മാത്രമാണ് സൗദിയിൽ ഉണ്ടായത്. പക്ഷെ അത് വീണ്ടും സൗദിയിലേക്ക് കൂടി ആക്രമണം വരുമ്പോൾ UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒന്നുകൂടി ചിന്തിക്കേണ്ട ഒരു സാഹചര്യം വരികയാണ്. വീണ്ടും ചർച്ച നടത്തേണ്ട സാഹചര്യം വരികയാണ്. ഇന്നലെ രാത്രി എടുത്ത തീരുമാനങ്ങളിൽ തന്നെ ഉറച്ചു പോകാൻ ഈ രാജ്യങ്ങൾക്ക് കഴിയുമോ എന്നുള്ളത് വീണ്ടും പരിശോധിക്കപ്പെടുകയാണ്. എന്തായാലും ഈ രാജ്യങ്ങളൊക്കെയും കുറച്ചു ദിവസം ഈ തരത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു മൂഡിലാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് അവരെടുക്കുന്ന ഒരു മുൻകരുതലുകളൊക്കെയും കാണുമ്പോൾ, നടത്തുന്ന പ്രതികരണങ്ങളൊക്കെയും കാണുമ്പോൾ കുറച്ചു ദിവസം എന്തായാലും ഇത് ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. ഈ രാജ്യങ്ങളൊന്നും ഇടപെട്ട് ഇതിലൊരു മാറ്റം കൊണ്ടുവരാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ആ തരത്തിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത് എന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാകുന്നത്. ആ രീതിയിലാണ് ഓരോ ഇടപെടലുകളും ഓരോ രാജ്യവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും UAE സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ ഒക്കെയും ഇന്ന് ഒരു 11 മണി സമയത്തിന് ശേഷം ഒരു 2 മണിക്കൂറായി അവിടെ കണ്ടിന്യൂസ് ആയി അറ്റാക്ക് ഉണ്ടാകുന്നതായി സ്ഥിരീകരിച്ച റിപ്പോർട്ടുകളില്ല. പക്ഷെ അതിനു മുൻപ് ഈ പറയുന്ന രാവിലെ കാര്യമായിട്ടുള്ളൊരു ആക്രമണം നടന്നിട്ടുണ്ട്. ബഹ്റൈനിലാണ് വലിയ തോതിൽ ആക്രമണം ഉണ്ടായത്, കുവൈറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ നിലയ്ക്ക് തന്നെ ഈ ഗൾഫ് മേഖലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിൽ കുവൈറ്റും സ്ഥിരീകരിച്ചിരുന്നു. നേരത്തെ
ഈ അമേരിക്കൻ പോർ വിമാനങ്ങൾ തകർന്നത് കുവൈറ്റ് സ്ഥിരീകരിച്ചിരുന്നു. ഒന്നിലധികം വിമാനങ്ങൾ തകർന്നു. എന്നാൽ വൈമാനികർ സുരക്ഷിതരാണ്. ഈ എണ്ണം എത്രയാണ് എന്നുള്ളത്, എത്ര വിമാനങ്ങൾ തകർത്തു എന്നുള്ളതിന്റെ എണ്ണം വ്യക്തമാക്കിയിട്ടില്ല. അപ്പോൾ എന്തായാലും ആ നിലയ്ക്ക് കാര്യങ്ങൾ പോകുന്നു. പിന്നെ ദുബായിയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ എടുത്ത ഈ ഗ്ലോബൽ വില്ലേജ് അടച്ചിടുന്നതുമൊക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇന്നും തുടർന്നു പോകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ വരുന്നുണ്ട്. എന്തായാലും കാര്യങ്ങൾ ഈ നിലയ്ക്ക് മുന്നോട്ട് പോയാൽ ഇന്നലെ രാത്രി എടുത്ത തീരുമാനത്തിന് അധികം ആയുസ്സുണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ച് സൗദിയിലേക്ക് ആക്രമണം നീണ്ടു കഴിഞ്ഞാൽ അവിടെ ഒരു ശക്തമായ തീരുമാനത്തിലേക്ക് നീങ്ങാൻ ഗൾഫ് രാജ്യങ്ങൾ സൗദിയിലേക്ക് ആക്രമണം ഉണ്ടാകുന്ന മുമ്പ് തന്നെ ജിസിലെ മറ്റു രാജ്യങ്ങളിൽ ആക്രമണം ഉണ്ടായപ്പോൾ ഏറ്റവും ആദ്യം ഇറാനെതിരെ പ്രതികരിച്ചത് സൗദിയാണ്. ഇത് പരമാധികാരത്തിന്മേൽ കടന്നുകയറ്റമായി കാണേണ്ടി വരുമെന്ന് പ്രതികരിച്ച സൗദിയാണ്. ആ സൗദിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അരാംകോ അടക്കമുള്ള കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം ഉണ്ടാകുമെന്ന വാർത്ത വരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.